ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 46 റിവ്യൂ ആണ്. ജാസ്മിൻ ആൻഡ് ജബ്രി കോംബോ ഒരു ഗെയിമാണ് എന്ന് തുടക്കം മുതൽ തന്നെ വാദിക്കുന്ന ആളുകളുണ്ട്. പല ആളുകളോടും ഞാൻ വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകളോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ കണ്ണു നട്ട് കാത്തിരുന്നു, ഇനി വരുന്നതാണ് ഗെയിം. ഇതുവരെ ഉള്ളത് ഗെയിമൊന്നുമല്ല. അതിനകത്ത് കുറേയധികം ജെന്യൂനിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനകത്ത് റിലേഷൻഷിപ്പിൻ്റെ ചില സംഭവങ്ങളൊക്കെ ഉണ്ട്. അതിനകത്ത് ഒരു റിലേഷൻഷിപ്പിലുള്ള ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റിലുള്ള ഹണിമൂൺ പീരീഡിൻ്റെ ചില സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇനി വരുന്നത് ഗെയിമായിരിക്കും. ഈ കഴിഞ്ഞ ദിവസം ഇവർ ഗെയിം മാറ്റുന്നതിൻ്റെ ചില ലക്ഷണങ്ങളെ കുറിച്ചിട്ട് ഒരു വീഡിയോയിൽ ഞാൻ സംസാരിച്ചിരുന്നു. ഉണ്ണീഷോയുടെ മുഖമുള്ള ഗബ്രിയെ കുറിച്ചിട്ട് ഒരു അനാലിസിസ് നമ്മൾ ചുമ്മാ അങ്ങോട്ട് അടിച്ചു വിട്ടതാണ്. ഏതായാലും ഇയാൾ ഇതിങ്ങനെ പറയും എന്നുള്ളതിൽ നമുക്ക് പ്രത്യേകിച്ച് ഡൗട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അത് ഇന്നാണ് പറഞ്ഞത്. ഇത് എങ്ങനെ പറയുമെന്ന് ആലോചിച്ച് രണ്ടാൾക്കാരും ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഗെയിം മാറ്റാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു. അപ്പോൾ ക്ലാരിറ്റി ഇല്ലാത്ത ആർക്കാണ് ക്ലാരിറ്റി ഇല്ലാത്തത്? നമുക്ക് നല്ല ക്ലാരിറ്റി ഉണ്ട്, അവർക്ക് നല്ല ക്ലാരിറ്റി ഉണ്ട്. ക്ലാരിറ്റി ഇല്ലായിരുന്നു എന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇനിയിപ്പോൾ ഈ ജാസ്മിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുക. ഇമേജ് തിരിച്ചു പിടിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിലടക്കം നമുക്ക് കാണാൻ വേണ്ടി പറ്റുക. ഈ ഗെയിമിൻ്റെ ആദ്യ പടിയാണ് നമ്മൾ ഇന്ന് കണ്ടത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരാൾ മാസ് സെൻട്രിയൊക്കെ ആയിട്ട് വരുന്നു. തീയും തീക്കാറ്റും തീപ്പന്തവും കാട്ടുതീയൊക്കെ പറഞ്ഞ് അദ്ദേഹം വരികയാണ്. അദ്ദേഹത്തിന് ഈ ഒരു എപ്പിസോഡിൽ എത്ര കുറച്ച് പ്ലേസാണ് കിട്ടിയത്. അവർ സാധനം എടുത്തങ്ങനെ ഇട്ടു. ജാസ്മിൻ ആ ഒരു സംഭവം എടുത്തിട്ടു. അതേപോലെ തന്നെ ടോട്ടലി ഇനിയിപ്പോൾ ഗെയിമായിട്ട് തന്നെ ഇതിനെ നോക്കി കാണേണ്ടതുണ്ട്. എടുത്ത് മാറ്റി, മൊത്തം ഇമേജ് മാറ്റി. ഗബ്രി അത് പറയുമെന്നുള്ള കാര്യത്തിൽ ജാസ്മിന് പ്രത്യേകിച്ച് ഡൗട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ഭാവപ്രകർച്ചയും ഇല്ലാതെയാണ് ജാസ്മിൻ അതൊക്കെ കേട്ടുകൊണ്ടിരുന്നത്. അതൊക്കെ പറയിപ്പിക്കാൻ വേണ്ടിയുള്ളൊരു ഗെയിമായിരുന്നു ഇന്ന് ജാസ്മിനോടെ കളിച്ചത്. ഭയങ്കര രസമാണ് ഈ മനുഷ്യൻ്റെ ഇത്തരത്തിലുള്ള ചില നടപടികളൊക്കെ ഇങ്ങനെ നോക്കിക്കണ്ടിരിക്കാൻ വേണ്ടി. അതേപോലെ താല്പര്യമുള്ള ആളുകൾ മുന്നത്തെ എപ്പിസോഡിനകത്തെ അവരുടെ എക്സ്പ്രഷൻസും ജാസ്മിൻ പറയുന്ന കാര്യങ്ങളും ജാസ്മിന് ഫീൽ ചെയ്യുന്ന ആ ഒരു മൊമെൻറ്റ്സും എക്സ്പ്രഷനും ഒക്കെ എടുത്ത് ഇന്നത്തേതുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഇവരുടെ ഗെയിം എന്നുള്ളത്. ഇന്നു മുതൽ ഗെയിം സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇതിനകത്ത് വേറൊരു സാധ്യതയുണ്ട്. നമ്മളുടെ ഏറ്റവും വലിയ ശത്രുവായിട്ട് മാറാൻ സാധ്യത ഉള്ളൊരു വ്യക്തി ആരാണ്? നമ്മൾ ഏറ്റവും അധികം അടുത്തറിയാവുന്ന, നമ്മളെ ഇമോഷണലായിട്ട് വരെ മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ് ഏറ്റവും നമ്മുടെ ശത്രുവായിട്ട് മാറാൻ മികച്ച ഒരാൾ. അപ്പം ഗബ്രി പേടിച്ചതിനകത്ത് ന്യായമുണ്ട്. ജാസ്മിൻ്റെ മുഖം ഇതുവരെ കണ്ട മുഖമല്ല, ജാസ്മിൻ്റെ വാക്കുകൾക്ക് ഇതുവരെ കേട്ട ഒരു പവറല്ല. ഗബ്രി ശരിക്കും പേടിക്കും. കാരണം ഗബ്രി പേടിയോടെ പല അവസരങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. മുന്നേ പറഞ്ഞത് വേറൊരു മോഡാണ്, ഇന്ന് പറഞ്ഞത് പേടിയോടെയാണ്. എന്നെ തളർത്താൻ ഒരാൾക്കേ പറ്റത്തുള്ളൂ, അത് ജാസ്മിനാണ്. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പേടിച്ചും പേടിപ്പിച്ചും കളിക്കുന്ന കളികൾ ഇനി കാണാൻ കിടക്കുന്നുള്ളൂ. ജാസ്മിൻ്റെ കാര്യത്തിൽ വേറൊരു സംഗതിയുണ്ട്. ജാസ്മിന് അതിബുദ്ധി കൂടുതലാണ്. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ വിഡ്ഢിത്തരങ്ങൾ കാണിക്കും. അപ്പോൾ അതിൻ്റെ പ്രഥമ ഉദാഹരണമാണ് ജാസ്മിൻ നല്ല വെള്ള ചമയാനായിട്ട് ശ്രമിക്കുന്നത്. അവൻ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കിവിടെ ഇങ്ങനെ കൊള്ളുന്നുണ്ട് എന്ന് പലതവണ നമ്മളെ അറിയിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് അതിനകത്ത് അതിബുദ്ധി എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഗബ്രി പറഞ്ഞ സമയത്ത് എന്തിന് കൊള്ളണം, അങ്ങനെ കൊള്ളണം എന്നായിരുന്നെങ്കിൽ ജാസ്മിൻ പലതവണ ഗബ്രിക്കിട്ട് കൊള്ളിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ജാസ്മിൻ ആദ്യം മുതൽ തന്നെ പറഞ്ഞിട്ടില്ലേ, പുറത്ത് എന്നാ പറയുന്നത്, കമ്മിറ്റഡ് ആണ്, വിവാഹം കഴിക്കാൻ സാധിക്കത്തില്ല, ക്ലാരിറ്റി ഇല്ല, ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല, എനിക്കൊരു ക്രിസ്ത്യാനി പയ്യനെ ഒന്നും കെട്ടാൻ താല്പര്യമില്ല എന്ന് പലതവണ പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരാൾ ആ ഒരു ക്ലാരിറ്റി ജാസ്മിൻ കൊടുത്ത ഒരു സാഹചര്യത്തിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് അദ്ദേഹം ആഗ്രഹിക്കുന്ന ഒരു രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോയതിനെ ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് അതങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, ആക്ടുകൾ ശരിയല്ല എന്നൊക്കെ ഉള്ള സാധനം ഇട്ടിട്ട് ഞാനൊന്നും പറഞ്ഞില്ല രാമനാരായണ എന്നൊക്കെ പറയുന്നതിൻ്റെ പിന്നിലുള്ള ലോജിക്ക് എന്താണ്? ഇനിയാണ് ഗെയിം. കുഴപ്പമൊന്നുമില്ല, ഇതിങ്ങനെയാണ്. ആദ്യത്തെ ജെന്യുവിനാണ്, അതൊക്കെ മനുഷ്യന്മാർക്ക് തോന്നും. പക്ഷേ ആ ഒരു ഹണിമൂൺ പീരീഡ് കഴിയുന്ന സമയത്ത് അത് നമ്മൾ ആവർത്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പോൾ വിവാഹം കഴിഞ്ഞ പുതുമോടിയിലെ കപ്പിൾസ് എങ്ങനെയാണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. നമുക്ക് പെട്ടെന്നൊരു ഇൻഫാക്ച്വേഷൻ ഒരാളോട് തോന്നും, മറ്റേ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ഒക്കെ തോന്നും, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് തോന്നും. കുറച്ച് കഴിയുമ്പോഴത്തേനും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുന്ന സമയത്ത് ബോറടിക്കും. ആ ഒരു ബോറടിക്കൊപ്പം ഇത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്, ലോസ് ഉണ്ടാവുന്നുണ്ട് എന്നൊരു തോന്നലും കൂടെ തോന്നിക്കഴിഞ്ഞാൽ അത് മുന്നോട്ടേക്ക് പോകുമോ? ഇല്ല. അപ്പോൾ അവർക്ക് ലോസ് ഉണ്ടാവുന്നുണ്ട്, ഗെയിമിൽ ലോസ് ഉണ്ടാവുന്നുണ്ട്. ഇന്ന് ജാസ്മിൻ കറക്റ്റായിട്ട് ആ സാധനം എടുത്തിട്ടു. ജാസ്മിൻ എന്നെ അറിയാൻ വേണ്ടിയുള്ള തിടുക്കോ കാര്യങ്ങളോ, സിജോ വരുമ്പോഴത്തേന് പുറത്തെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയുള്ള തിടുക്കോ കാര്യങ്ങളോ എല്ലാം ആണോ? എന്താണ് പുതുതായിട്ട് അറിയേണ്ടത്? ഒന്നും പുതുതായിട്ട് അറിയേണ്ടതില്ല. ഇന്ന് സാധനം എടുത്തിട്ട് കണ്ടന്റ് ആക്കിയ പരിപാടിയാണ് നമ്മൾ കണ്ടത്. എന്തൊക്കെ കണ്ടാലാണ്. ഇപ്പോഴാണ് സീസൺ 6 കാണാനായിട്ട് ഒരു രസമായത്. ഇത് കാണാൻ ഭയങ്കര രസമാണ്. ജിൻഡോയൊക്കെ ഒന്ന് സൈഡായി. പിന്നെ സിജോ നമുക്കറിയാം, ഞാൻ മുന്നേയും പറഞ്ഞിരുന്നു, എനിക്കൊരു മാസം ആയിട്ട് ഫീൽ ചെയ്തു. അത് എന്തുകൊണ്ടാണ് ഫീൽ ചെയ്തത്? സീസൺ 6ൻ്റെ അവസ്ഥ ഇതായതുകൊണ്ടാണ്. പക്ഷേ സിജോ അത് മെയിൻറ്റെയിൻ ചെയ്യുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരുവിധ ഉറപ്പും കാര്യങ്ങളൊന്നുമില്ല. സിജോ ഇതിനെക്കാട്ടും വലിയ മാസ് ഡയലോഗ് വന്ന സമയത്തും അടിച്ചിട്ടുണ്ട്. പക്ഷേ ചില വാക്യങ്ങളൊക്കെ നമ്മുടെ എന്തുവാ പറയേണ്ടത്, ഇത്തിരി ലെവല് കുറവാണ്. ഇനി എപ്പിസോഡ് റിവ്യൂയിലേക്ക് പ്രോപ്പറായി പോയി കഴിഞ്ഞാൽ
ടേക്ക് ഇറ്റ് ഈസി എന്ന് പറയുന്ന ഒരു സോങ് ഉണ്ടല്ലോ, ഹാപ്പി ഹസ്ബൻഡ്സിനകത്തെ സോങ്, അതായിരുന്നു ഇന്നത്തെ ഉണർത്തുപാട്ട്. ഇപ്പോൾ ടേക്ക് ഇറ്റ് ഈസി എന്ന് പറയുന്ന ഒരു സാധനം വന്ന സമയത്ത് ടേക്ക് ഇറ്റ് ഈസി മാൻ എന്നൊക്കെ പറഞ്ഞൊരു സാധനം വന്നപ്പോഴത്തേന് ജാസ്മിൻ്റെ ഒരു കട്ട് ഷോട്ട് കാണിക്കുകയുണ്ടായി. ശരിക്കും ജാസ്മിൻ നമ്മളോടാണ് അത് പറയുന്നത്, ഇതൊക്കെ എൻ്റെ കളികളാണ്, നമ്മളിത് നൈസായിട്ട് എടുക്കണം എന്നുള്ളത്. എടുത്തിരിക്കുന്നു, എഡിറ്ററുടെ ബ്രില്യൻസ് ആണ്. കണ്ടസ്റ്റൻസിൽ പല ആളുകളും ഇന്നലത്തെ ആ ഒരു ടവർ ഉണ്ടാക്കൽ മല്ലയുദ്ധത്തിൽ നല്ല രീതിയിൽ പരിക്ക് പറ്റി ക്ഷീണിതരായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അപ്സരയ്ക്ക് കാര്യമായിട്ടുള്ള പരിക്കുണ്ട്, അർജുന് ചെറിയ രീതിയിൽ മുടന്നുണ്ട്. ഈ സിജോയുടെ മാസ് എൻട്രിയെ കുറിച്ചിട്ട് തന്നെ പറയാം. രാവിലത്തെ കാര്യങ്ങൾ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം സിജോയുടെ മാസ് എൻട്രിക്ക് മുൻപ് കൺഫെഷൻ റൂമിലുള്ള ഒരു സെഷൻ ഉണ്ടായിരുന്നു. അപ്പം സിജോ പൂർവാധികം ശക്തിയോടെയാണ് വന്നിരിക്കുന്നത് എന്നൊക്കെ ബിഗ് ബോസിനെ അറിയിച്ചു. സിജോ കൺഫെഷൻ റൂമിലാണ്. പ്രധാന വാതിലിൽ പാട്ടിട്ട സമയത്ത് ആളുകൾ റെഡിയായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ചില ആളുകൾക്ക് സിജോ അല്ല എന്നുള്ളൊരു തോന്നലുണ്ട്. ഏതായാലും വെൽക്കം ബാക്ക് എന്ന് പറയുന്ന ഒരു ഫ്ലെക്സുമായിട്ട് 2 ആളുകൾ വരുന്നു. സിജോ അങ്ങടേക്ക് കടന്നു വരികയാണ്. സിജോ കടന്നു വരുന്നതിൻ്റെ സമയത്ത് നമ്മളെ കാണിക്കുന്നത് ശ്രീരേഖ, സായി, ഋഷിയൊക്കെ തമ്മിലുള്ള ഒരു സംസാരമാണ്. അത് ഭയങ്കര വിറ്റൊരു സംസാരമായിരുന്നു. പണമാണ് എല്ലാത്തിനും വലുത് എന്നൊക്കെ സായി എല്ലാവർക്കും ക്ലാസ് എടുക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയത്തേക്ക് നമ്മുടെ സിജോ വരുന്നു. സിജോ വന്ന സമയത്ത് സിജോയെ കാത്തിരുന്ന ആളുകൾ, നേർച്ച നേർന്ന ആളുകൾ, വഴിപാട് നേർന്ന ആളുകൾ, എല്ലാ ദിവസവും വൈകിട്ട് സിജോയെ കുറിച്ചിട്ട് 10 മിനിറ്റ് സംസാരിക്കുന്ന ആളുകളെല്ലാം കൂടെ ഓടിച്ചെന്ന് സിജോയെ സ്വീകരിക്കുകയാണ്. അപ്പം ശരണ്യ സിജോയെക്കുറിച്ചിട്ട് അന്വേഷിച്ചൊരു വ്യക്തിയാണ്. ഇങ്ങനെയുള്ള ആളുകൾ അഭിമാനത്തോടെ നിൽക്കുന്നുണ്ട്, ഞങ്ങൾ അന്വേഷിച്ച് ആൾ വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ശരണ്യാണെങ്കിൽ പലതവണ പറയുകയുണ്ടായി സിജോയോട്, താൻ സിജോ ഇല്ലാത്ത സമയത്ത് അനുഭവിച്ച ചിന്താ പ്രശ്നങ്ങളെക്കുറിച്ചിട്ടും സിജോ ഇല്ലാത്ത സമയത്ത് തൻ്റെ ഗെയിം ഡൗൺ ആയ കാര്യത്തെക്കുറിച്ചിട്ടൊക്കെ പറഞ്ഞ് സിജോയെ ഇമ്പ്രസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ജാസ്മിൻ ഈ ഒരു അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ ഗെയിം സ്റ്റാർട്ട് ചെയ്തല്ലോ, ഓൾറെഡി ഗെയിം സ്റ്റാർട്ട് ചെയ്തായിരുന്നല്ലോ. ഗെയിം സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് ജാസ്മിൻ ഭയങ്കര ഗെയിമാണ്. ജാസ്മിൻ ഗെയിം സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് നമ്മുടെ ആരോടാണ് പറയുന്നത്, വിട്ടുമല്ലോ, അബിയോട് പറയുകയാണ്, നേരത്തെ ഇവിടെ 1-2 കോമ്പോസൊക്കെ ഉണ്ടായിരുന്നു, ഇവിടുത്തെ കോമ്പോസൊക്കെ വർക്കായ കോമ്പോസാണ്. അപ്പം അർജുൻ, ശ്രീതു, അതേപോലെ തന്നെ സിജോ. അപ്പം സിജോ വന്നു കഴിഞ്ഞാൽ ഒരു ഗെയിം നടക്കും. എന്ത് ഗെയിം? സിജോ ഈ ഗെയിമിൻ്റെ പുറകെ പോകാനായിട്ടുള്ള ഒരു സാധ്യതയില്ല. കാരണം സിജോ കളിയൊക്കെ കണ്ടിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അർജുൻ, ശ്രീതു അത് സേഫ് തന്നെയാണ്. സിജോ ഇനി അതിൻ്റെ ഇടയ്ക്കായിട്ട് കയറി ഗെയിം കളിക്കുന്ന ലെവലിലുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അയാൾക്ക് വേറെ കുറേ ടാർഗറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നോറയൊക്കെ മറ്റേ ദശമൂല ദാമുവിനെ പോലെ അവിടെ ഇരിപ്പുണ്ട്, പോടാ കെന്നോടോ എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം നന്മ മരം എന്നൊക്കെ വിളിച്ചത് നോറയാണ് എന്നുള്ളതാണ് എനിക്കും തോന്നുന്നത്. ശരിക്കും നോറയാണ് സിജോ വിഷമിച്ചിരുന്ന സമയത്ത്, സിജോയ്ക്ക് പരാതിയില്ല എന്ന് പറഞ്ഞ സമയത്ത് ഭയങ്കര വലിയ ഡ്രാമ കളിച്ചത്. നമ്മൾ അന്നത്തെ റിവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, വലിയ ഡ്രാമ, ഭയങ്കര ഡ്രാമയായിരുന്നു അന്ന് നോറ. അന്ന് നോറ എനിക്ക് കണ്ണെടുത്താൽ കാണത്തില്ലായിരുന്നു, അമ്മതൊരു ഡ്രാമയാണെന്ന് നോറ കാഴ്ചവെച്ചത്. ഒരു മനുഷ്യപ്പറ്റില്ലാത്ത ഡ്രാമ. ഋഷിയൊക്കെ എന്ത് വർത്താനാണ് പറഞ്ഞത്, അൻസിബയ്ക്ക് എന്ത് വർത്താനാണ് പറഞ്ഞത്. അപ്പം കളി സിജോടയിലുണ്ട്, അത് എങ്ങനെ വർക്കൗട്ട് ചെയ്യാം എന്നുള്ളതാണ്. പിന്നെ കോംബോ അടിക്കാൻ കാത്തിരിക്കുന്ന സായി ഉണ്ട്. ഋഷിയായിട്ട് കോംബോ വരാൻ സാധ്യതയില്ല, സായിക്ക് കോംബോ ആണ് താല്പര്യം. സായി ഒരു സൈഡിൽ കൂടെ അരി കിട്ടുന്നുണ്ട്, അപ്പോൾ സൈഡിൽ കൂടെ പോയാൽ മതി, വേറെ വലിയ കണ്ടന്റ് ഒന്നും കൊടുക്കാതെ അരി കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പുള്ളി നൈസായിട്ട് മാറി നിൽക്കുകയാണ്. അപ്പം സിജോയ്ക്കും ഗബ്രിക്കൊക്കെ ഉപദേശം കൊടുക്കുക എന്ന് പറയുന്ന ഒരു കർത്തവ്യമാണ് സായി ഇവിടെ നിർവഹിച്ചിരിക്കുന്നത്. ഒരു മിന്നാമിന്നി ചെരുപ്പും തലയിലെ കളറും ഉള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ആളെ സ്പോട്ട് ചെയ്യാം, അല്ല എന്നുണ്ടെങ്കിൽ കിട്ടത്തില്ല. ഇപ്പം എവിടെയെങ്കിലും ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ കാലിങ്ങനെ നീണ്ടിരിക്കും, ക്യാമറ ഫേസ് ഒന്നും കാണിക്കുന്നില്ല, കാരണം ഒന്നും പറയുന്നുണ്ടാവില്ല. ആ കൂട്ടത്തിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ തല നമുക്ക് മനസ്സിലാവും, അല്ലാതെ പുള്ളി നമുക്ക് കാണാൻ പറ്റുന്നില്ല. സിജോ ഹൗസിലേക്ക് വന്ന് ലിവിങ് ഏരിയയിൽ നിന്ന് കണ്ടസ്റ്റൻസിനോട് എല്ലാവരോടും സംസാരിക്കുന്നുണ്ടായിരുന്നു. സിജോ അടിപൊളിയായിട്ട് സംസാരിക്കും, ബോറടിക്കത്തൊന്നുമില്ല. ഇപ്പോൾ ഗബ്രി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പൊളിഞ്ഞാൻ അത്ര സമയം സംസാരിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സിജോ നൈസായിട്ട് സംസാരിക്കുന്നുണ്ട്. ഹൗസിലേക്ക് വന്ന സമയത്ത് ഒരു തീപ്പരിയായിരുന്നു, ഇപ്പോൾ കാട്ടുതീയാണ് എന്നൊക്കെ പറഞ്ഞു. ഞാനൊരു നന്മമരമാണ് എന്നൊക്കെ ആളുകൾ പറഞ്ഞിരുന്നു. ശരിക്കും നന്മമരം എന്നുള്ളതാണല്ലോ വിളിച്ചത്, അതിലെനിക്ക് കുഴപ്പമൊന്നുമില്ല. ചുണയുണ്ടെങ്കിൽ എന്നോട് ഗെയിം കളിച്ച് തോൽപ്പിക്കുക എന്നൊക്കെ ഹെൽത്തി ആയിട്ട് സിജോയുടെ വെല്ലുവിളിക്കുന്നുണ്ട്. റീ എൻട്രി ആയതുകൊണ്ട് തന്നെ ഒരു ടീമിലേക്ക് ആഡാവേണ്ടതുണ്ട്. അങ്ങനെ ക്യാപ്റ്റൻ്റെ നിർദ്ദേശപ്രകാരം സിജോ നെക്സ്റ്റ് ടീമിലേക്ക് ആഡാവുകയാണ്. നെക്സ്റ്റ് ടീം സിജോയ്ക്ക് പറ്റിയൊരു ടീമാണ്. അതിനുശേഷം ജാസ്മിൻ സിജോയുടെ പിറകെ അളിഞ്ഞ് നടക്കുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. എന്താണ്, ഞാൻ ഗെയിം കളിക്കുന്നുണ്ടോ, ഞാൻ നല്ല കളിയാണോ? ജാസ്മിൻ അറിയാം, വെറുതെ സ്പേസ് എടുക്കാൻ വേണ്ടി ചോദിക്കുകയാണ്. ഏതായാലും ബിഗ് ബോസ് അവിടെ വിളിച്ച് ചോദിക്കുകയുണ്ടായി, ജാസ്മിൻ എന്താണ് അറിയേണ്ടത്? ജാസ്മിൻ്റെ പല കളികളും ബിഗ് ബോസിന് മനസ്സിലായിട്ടുണ്ടല്ലോ. ജാസ്മിൻ എന്താണ് അറിയേണ്ടത്? ജാസ്മിനെ വിശ്വാസമില്ലേ? അപ്പോൾ ഗബ്രിക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടായിരുന്നു നമ്മുടെ ജാസ്മിൻ്റെ അപ്രോച്ചും കാര്യങ്ങളൊക്കെ. അപ്പം ഗബ്രിയും അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിനുശേഷമാണ് മറ്റേ ഗോസ്റ്റ് ഹൗസിനകത്ത് മറ്റേ ശവം വലിച്ചുകൊണ്ട് മറ്റേ മദാമ വരുന്നത് പോലെ വലിച്ചിഴച്ച് ഈ പ്രണയ കേസ് ഇങ്ങടേക്ക് ജാസ്മിൻ കൊണ്ടുവരണത്. ഒരു കാര്യമില്ല,
ആർക്കാ ക്ലാരിറ്റി ഇല്ലാത്തത്? ജാസ്മിന് ക്ലാരിറ്റി ഉണ്ട്, റസ്മിന് ക്ലാരിറ്റി ഉണ്ട്, ഗബ്രിക്ക് ക്ലാരിറ്റി ഉണ്ട്. നമുക്ക് ക്ലാരിറ്റി ഇല്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ പല വശങ്ങളെ കുറിച്ചിട്ട് മനസ്സിലാക്കി തരാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. ഗബ്രിക്ക് ജാസ്മിനെ നന്നായിട്ട് അറിയാം, ജാസ്മിന് ഗബ്രിയെ നന്നായിട്ട് അറിയാം. റസ്മിന് മാത്രം ഇവർ രണ്ടാൾക്കാരെയും അറിയുന്നതിനകത്ത് ചില അപാകതകളൊക്കെ ഉണ്ട്. അപ്പം ഗബ്രി പറഞ്ഞ ഇതൊരു അൺവാണ്ടഡ് ടോക്കാണ്. ഗബ്രിക്ക് മനസ്സിലായി ഇതൊരു ഗെയിമാണെന്നുള്ളത് ഗബ്രിക്ക് മനസ്സിലായി. അങ്ങനെ ആ ഒരു സാധനം അങ്ങടേക്ക് കൊണ്ടുവരികയാണ്. ക്ലാരിറ്റി ഇല്ല, അപ്പോൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പം ഗബ്രി പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനോടും ഇങ്ങനെയൊക്കെയാണ്. കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എപ്പിസോഡ് കാണാം. ഇവരുടെ ഉടായ്പ് പറഞ്ഞ് നമുക്ക് ബോറടിക്കുന്നതുകൊണ്ടാണ് ഞാൻ ചുരുക്കുന്നത്. എൻ്റെ ഫ്രണ്ട്സിനോടെല്ലാം ഇങ്ങനെയാണ്, ഞാൻ റസ്മിനോട് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ജാസ്മിനോടും. അതെന്ത് വർത്താനാണ് ഗബ്രി? കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ ആ ഒരു തമ്പനയിലോട് യോജിക്കുന്ന അതേ വർത്തമാനങ്ങൾ. ഉണ്ണീഷയുടെ മുഖം ഉള്ളിലിരിപ്പാണെന്നുണ്ടെങ്കിൽ മഹാ ഉടായ്പ്. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞു. പ്രണയത്തിൻ്റെ ഒരു ലാഞ്ചന പോലും ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറയുന്നു. നമ്മളിതെല്ലാം കണ്ട ആളുകളാണ്, നമുക്ക് ലൈവൊക്കെ അറിയാം. പ്രണയത്തിൻ്റെ പല ഭാവങ്ങളൊക്കെ രണ്ടാളുകൾക്കിടയിലും ഉണ്ടായിരുന്നു. അപ്പോൾ ജാസ്മിൻ ഇത്തിരി കൂടുതലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗബ്രിക്ക് ഇടയ്ക്ക് മറ്റേ വീട്ടിൽ നിന്ന് വിളിച്ച സമയത്ത് തന്നെ കുറച്ചങ്ങോട്ട് പോയി. പിന്നെ അതിൻ്റെ ഗെയിമിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കി. ഇന്നലെയോ മിനിഞ്ഞാന്നോ എന്താണെങ്കിലും പവർ റൂമിലേക്ക് സ്വന്തം അധ്വാനത്തിൽ കയറിയപ്പോഴത്തേന് കുറച്ച് കോൺഫിഡൻസ് ഒക്കെ ആയി. അപ്പോൾ ധൈര്യമായിട്ട് പുള്ളി പറയുകയാണ്, അങ്ങനെയൊന്നുമില്ല, എനിക്ക് കല്യാണം കഴിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. നേരത്തെ ഇത് ജാസ്മിനാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ജാസ്മിൻ ഇങ്ങനെ എന്തോ നെഞ്ചത്ത് കുന്തം കുത്തി ഇറക്കിയ ഒരു ഫീലിലൊക്കെ ഇങ്ങനെ ആക്ട് ചെയ്തിട്ടാണ് എന്തോ വലിയ അരുതാത്ത കാര്യം കേട്ടതുപോലെയൊക്കെ ഇരിക്കുന്നത്. ജാസ്മിൻ ഇതൊക്കെ തന്നെയല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്? അല്ല, എനിക്കറിയില്ല, എനിക്ക് ഇതിനകത്ത് ഇനി വേറെ വലിയ ഭീകരത ഉണ്ടോയെന്ന് എനിക്കറിയില്ല. റസ്മിൻ കറക്റ്റായിട്ട് തന്നെ ജാസ്മിന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ റസ്മിൻ ആൻഡ് ജാസ്മിൻ അവരുടെ ആ ഒരു ചിരിക്ക് പിന്നിൽ വേറെ കുറച്ച് സംഗതികളൊക്കെ ഉണ്ട്. കാരണം ഇവർ പുറത്തുനിന്ന് പ്ലാൻ ചെയ്തിട്ട് വന്നു എന്നുള്ള ഒരു ആരോപണം നമ്മൾ ഇടയ്ക്ക് ശരിവെച്ചായിരുന്നല്ലോ. പ്ലാൻ ചെയ്തതായിരിക്കില്ല, ഇവർ സുഹൃത്തുക്കളായി കാണും, വരുന്നതിന് മുമ്പ് തന്നെ സുഹൃത്തുക്കളായി കാണും. അപ്പം ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഗെയിം ഒന്ന് ഓണായതിൻ്റെ വലിയ സന്തോഷമുണ്ട്. ഗെയിം ഓണായതിൻ്റെ സന്തോഷം റസ്മിന് നന്നായിട്ടുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സിരിച്ചൊക്കെയാണ് ഈ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത്. അപ്പം ജാസ്മിൻ അതിൻ്റെ ഇടയ്ക്ക് മറ്റേ അതിബുദ്ധിയാണല്ലോ, അതിബുദ്ധി ആയതുകൊണ്ട് തന്നെ നമ്മളെ മുമ്പിലേക്ക് വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. അതും ക്യാമറയ്ക്ക് മുഖം കൊടുക്കാതൊക്കെ പറയാനായിട്ടാണ് ശ്രമിക്കുന്നത്. എനിക്ക് അവന് വിഷമായി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമമാണ്, കരയാൻ കണ്ണുനീരില്ല. ജാസ്മിനൊക്കെ എത്ര നന്നായിട്ട് കരയുമായിരുന്നു മറ്റേ ആദ്യ ഘട്ടത്തിൽ, മറ്റേ പ്രേമം മൂത്തിരുന്ന സമയത്ത് എത്ര നന്നായിട്ട് കരയായിരുന്നു. അപ്പോൾ കരയാൻ കണ്ണുനീരില്ല. ഗബ്രി ചേട്ടായി പിന്നെ അഭിനയ കുലപതി ആയതുകൊണ്ട് തന്നെ ഇടയ്ക്ക് മനഃശാസ്ത്രജ്ഞനെ കാണണമെന്നൊക്കെ പറയുകയുണ്ടായി. ഗബ്രി പിന്നെ മെഡിക്കൽ റൂമിലേക്ക് പോയി കഴിഞ്ഞാൽ ബിഗ് ബോസ് നമുക്ക് ഫുള്ള് കാട്ടിത്തരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ വന്ന് കിടക്കുന്നതാണെന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയാണ്. വേറെ ആൾക്കാർ പോയി കഴിഞ്ഞാൽ കാട്ടേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഗബ്രി അവിടെ പോയി ഒന്ന് മറ്റേ എന്താ പറയുന്നത്, പ്രഷർ നോക്കുന്ന ആ സംഭവമല്ലേ, അതൊക്കെ ഒന്ന് കെട്ടി രണ്ട് അടിച്ചു കഴിയുമ്പോഴത്തേന് ഗബ്രി ഓക്കെ റെഡിയായി, മരുന്ന് കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് റിക്കവറായിട്ട് അകത്തേക്ക് വരും. ജാതി കളിയാണ്. ഇതിനിടയ്ക്ക് ബാത്റൂമിൽ കുത്തിരിക്കുന്ന സംഗതികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പവർ റൂമിലേക്ക് പോകാൻ വേണ്ടിയുള്ള ചലഞ്ച് ആരംഭിച്ചിട്ടുണ്ട്. സെക്കൻഡ് ചലഞ്ചാണ്. അപ്പം വളരെ സിമ്പിളായിട്ടുള്ളൊരു പരിപാടിയാണ്. ടി വിയിൽ പക്ഷേ ബുദ്ധിയും ഓർമ്മശക്തിയൊക്കെ വേണം. അപ്പോൾ എനിക്കാണെങ്കിൽ വലിയ പാടായിരിക്കും. അപ്പം ടി വിയിൽ ഇങ്ങനെ 3-4 മുഖങ്ങൾ, മറ്റേ ഇമോജി പോലെയുള്ള സംഭവങ്ങൾ പല എക്സ്പ്രഷനിൽ ഒരാളുടെ തന്നെ ഇങ്ങനെ കാണിക്കും. അവിടെ പോയിട്ട് അതിൻ്റെ കട്ടകൾ പറക്കിക്കൊണ്ട് വരിക, അലൈൻ ചെയ്ത് വെക്കുക. അപ്പോൾ ടി വിയിൽ കണ്ട അതേ രീതിയിൽ തന്നെ പ്ലേസ് ചെയ്യണം എന്നുള്ളതാണ് ഗെയിം. അപ്പം ഫസ്റ്റ് റൗണ്ടുണ്ട്, 3 റൗണ്ടുകളുണ്ട്. ഫസ്റ്റ് റൗണ്ടിൽ പോകുന്നത് നന്ദന, അപ്സര, അൻസിബയാണ്. അപ്പം ഫസ്റ്റ് റൗണ്ടിൽ നെസ്റ്റ് വിജയിക്കുകയാണ്. അപ്സര കറക്റ്റായിട്ട് ചെയ്തു. സെക്കൻഡ് റൗണ്ടിൽ ജാസ്മിൻ, റസ്മിൻ, നോറ എന്നിവരാണ് പോകുന്നത്. അങ്ങനെ സെക്കൻഡ് റൗണ്ടിൽ ഡെന്നിൽ നിന്ന് ജാസ്മിൻ വിജയിക്കുന്നു. തേർഡിൽ പോകുന്നത് സിജോ, ജിൻഡോ, അബി എന്നിവരാണ്. ടണലിൽ നിന്നിട്ടുള്ള അബി, ടണൽ ടീമിൽ നിന്ന് അബി വിജയിക്കുന്നു. ഏതായാലും ഈ ഒരു ചലഞ്ച് സമനിലയിൽ പിരിയുകയുണ്ടായി. അപ്പോൾ ടോട്ടൽ ഇതുവരെ പവർ ടീമിലേക്ക് പോകാൻ വേണ്ടിയുള്ള ചലഞ്ചിൽ കിട്ടിയിരിക്കുന്ന പോയിന്റുകൾ നെസ്റ്റിന് 2, ടണലിന് 3, ഡെന്നിന് 4. ഇനിയിപ്പോൾ ഡെൻ വേഴ്സസ് നിലവിലുള്ള പവർ ടീം, അതായിരിക്കും അടുത്ത ഗെയിമിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ഇതിനിടയ്ക്ക് ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, റാപ്പ് ഉണ്ടാക്കുക. ഈ 45 ദിവസത്തെ അനുഭവങ്ങളൊക്കെ വെച്ചിട്ട് ഒരു റാപ്പ് ഉണ്ടാക്കുക. അങ്ങനെ റാപ്പ് ഉണ്ടാക്കി വെറുപ്പിക്കുന്നതാണ് എപ്പിസോഡിൽ നിങ്ങൾ കുറച്ച് സമയം കണ്ടത്. BB പ്ലസിൽ കുറച്ചധികം കണ്ടന്റുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. രാവിലത്തെ അനുഭവം പറച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെനിക്ക് അത്യാവശ്യം ബോറടിച്ചായിരുന്നു. ഞാനതുകൊണ്ട് മറ്റേ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് ഫുള്ളായിട്ട് കണ്ടിട്ടൊന്നുമില്ല. ഇതിനുശേഷം മറ്റേ ഗബ്രി ആൻഡ് സായി സംസാരിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സായി ഇവിടുന്ന് വന്നപ്പോൾ തന്നെ അതൊരു ഗെയിമാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയിരുന്നു. പക്ഷേ സായി പുറത്തെ കാര്യങ്ങൾ പറയരുത് എന്ന് പറഞ്ഞ് വാൻ ചെയ്തതുകൊണ്ട് അത് ഗബ്രിക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റിയില്ല. ഇതിനുശേഷം ഗബ്രിയോട് ശ്രീധുവും സംസാരിക്കുന്നുണ്ട്. അപ്പോൾ തൻ്റെ കൺട്രോളിലില്ലാത്ത കാര്യങ്ങളാണ് ഇത് എന്നൊക്കെ ഗബ്രി പറയുന്നുണ്ട്. ഇത് ഉള്ളതാണ് കേട്ടോ. കാരണം ഗബ്രിയുടെ കയ്യിൽ നിന്ന് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ജാസ്മിൻ ഗബ്രിക്കെതിരെ കളിച്ചു കഴിഞ്ഞാൽ ഗബ്രി ഉണ്ടാവില്ല എന്നുള്ളത് ഗബ്രിക്ക് നന്നായിട്ട് അറിയാം. അതിൻ്റെ പേടിയും കാര്യങ്ങളൊക്കെയാണ്. ഏതായാലും ട്രിഗർ ചെയ്തു, ഗെയിമായി എന്നുള്ളത് രണ്ടാൾക്കാർക്കും റിയലൈസ്ഡായി. അപ്പം ഇനി അതുമായി ബന്ധപ്പെട്ട പരിപാടികളൊക്കെ ആയിരിക്കും.
ഇതിനിടയ്ക്ക് ഈ സിജു എപ്പോഴാണ് ശ്രീധുവിനെ കയറി അങ്ങനെ ഒരു വേർഡ് ഉപയോഗിച്ചത്? എനിക്ക് ആ വേർഡ് ഇഷ്ടമില്ല, ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. സിജോയുടെ മെയിൻ വേർഡാണ് അതെനിക്ക് ഭയങ്കര അരോചകമായിരുന്നു. അന്ന് റോക്കിയുമായിട്ട് അലമ്പുണ്ടാക്കിയ സമയത്ത് അരോചകമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇതൊക്കെ ഈ ചെങ്ങായി ഇതിൻ്റെ ഇടയ്ക്ക് എവിടെ പോയി വിളിച്ച് വന്ന ദിവസം തന്നെ ഇമാതിരി ലോ ലെവൽ സാധനമൊക്കെ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കപ്പ് ഉയർത്താൻ വേണ്ടിയുള്ള ഒരാളെ നമ്മളെപ്പോഴും ഇങ്ങനെ മനസ്സിലാലോചിക്കുമല്ലോ. കപ്പ് എന്താണെന്ന് പറഞ്ഞാൽ ഒരു കപ്പാണല്ലോ, അപ്പോൾ അതെടുക്കാൻ ഒരു ക്വാളിറ്റി ഉള്ള ഒരാൾ എന്നുള്ള രീതിയിൽ നമ്മളിങ്ങനെ ആലോചിക്കുമല്ലോ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോഴത്തേന് ആ ഒരു റേഞ്ചിലേക്ക് വരാൻ വേണ്ടിയുള്ള ശ്രമങ്ങളിൽ ഭാഷയിലെ സംസ്കാരം എന്നൊക്കെ പറയുന്ന ഒരു കാര്യം വേണ്ടതാണ്. ഇതൊക്കെയാണ് എനിക്ക് എപ്പിസോഡ് കണ്ടപ്പോൾ തോന്നിയ കാര്യങ്ങൾ. എനിക്ക് ചുമ്മാ തോന്നിയ കാര്യങ്ങളാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.